കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ സ്വതന്ത്രാവകാശ ഭൂമി വിൽക്കില്ലെന്ന് എഴുതി നൽകിയിട്ടുണ്ടെന്ന് സിഇഒ ഫരീദ് അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി. സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിലെ ബോർഡ് മീറ്റിംഗിന് മുൻപായി ഇരു കക്ഷികളും തമ്മിലുള്ള യോഗം ദുബായിൽ നടക്കണമെന്ന് ഫരീദ് അബ്ദുൾ റഹ്മാൻ ദുബായിൽ ആവശ്യപ്പെട്ടു. കരാർ പ്രകാരം അവകാശപ്പെട്ട 12% ഭൂമി മാസ്റ്റർ പ്ലാൻ പൂർത്തിയായ ശേഷം നൽകണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ഭൂമി വിൽപ്പനയല്ല സ്മാർട്ട് സിറ്റിയുടെ ബിസിനസ്. ഫ്രീ ഹോൾഡ് ഭൂമി നൽകുന്നത് ഇന്ത്യൻ കമ്പനിയായ കൊച്ചി സ്മാർട്ട് സിറ്റിക്കാണ്. കരാർ പ്രകാരമുള്ള സ്ഥലം ലഭിക്കാൻ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ട് കക്ഷികൾക്കും ഗുണം ചെയ്യില്ല. മറിച്ച് പദ്ധതി നീളും എന്ന് മാത്രമേ ഉള്ളൂ. പദ്ധതി നടപ്പാക്കണമെന്ന് തന്നെയാണ് സ്മാർട്ട് സിറ്റിയുടെ ലക്ഷ്യം. We always said we are not in the business of selling lands. That's not our business. Our business today is what is our strength as TCOM business parks, Dubai Internet City, Media City, that we have database of customers, of business partners who we would like. If we have them in Dubai, we would like to have them in India, we would like to have them in Malta to be our customers. Yeah? So that's our business. Our business is not selling lands. ദുബായിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന പദ്ധതികൾ കണ്ട് വിലയിരുത്താൻ നവംബർ 25-ന് മുഖ്യമന്ത്രി അടക്കമുള്ള അധികൃതരെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയുമില്ല. ഇന്ത്യയുമായി ദുബായിക്ക് നല്ല ബിസിനസ് ബന്ധമാണുള്ളത്. ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും സ്മാർട്ട് സിറ്റിക്ക് ക്ഷണമുണ്ട്. എന്നാൽ പ്രഖ്യാപിക്കൽ മാത്രമല്ല കാര്യം. അതുകൊണ്ടാണ് അത്തരം ക്ഷണങ്ങളിൽ തിടുക്കം കാട്ടാത്തത്. മാൾട്ടയിലെ ചില ഉദ്യോഗസ്ഥർ രാജിവെച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് പദ്ധതിയെ ഒരു തരത്തിലും ബാധിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ദുബായ്. വി മുരളീധരൻ ബിജെപി സംസ്ഥാന പ്രസിഡന്റ്.